ഗസയിലെ വംശീയ ഉന്മൂലനത്തെ അപലപിച്ചുകൊണ്ട് ഇസ്രായേലി റബ്ബികൾ രംഗത്ത് വന്നു. ജെറുസലേം പോസ്റ്റ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് ചെയ്തത്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജൂത വിഭാഗങ്ങൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ആ രാജ്യത്തിന്റെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞത് അവർ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വംശീയ വേർതിരിവോ രാജ്യത്തിന്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളോ ഇസ്രായേലിന്റെ അകത്ത് ഉണ്ടാകാറില്ല. ലോകത്തിലെ ഏക ജൂത രാജ്യം എന്ന നിലക്ക് അവർ ഏകോപനത്തോടു കൂടി നിൽക്കുകയും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെതറിക്കിടക്കുന്ന ജൂത വിഭാഗങ്ങൾ തങ്ങളുടെ സ്വപ്ന രാജ്യമായിരിക്കുന്ന ഇസ്രായേലിലേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ പൗരത്വം നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന ജീവിത ഉപാധി ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേൽ ചെയ്യുന്നതാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ജൂത പൗരന്മാർ രാജ്യം വിട്ടു പോകുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. മാത്രമല്ല ജൂത വിഭാഗത്തിൽ പരമാവധി ആളുകളൊക്കെ ഇരട്ട പൗരത്വമുള്ളവരാണ്. ബ്രിട്ടനാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഒക്കെ ഇരട്ട പൗരത്വമുണ്ട്. അതുകൊണ്ട് ഇവിടെയും വോട്ട് ചെയ്യാൻ പറ്റും, അവിടെയും വോട്ട് ചെയ്യാൻ പറ്റും, അവിടെയും ജീവിക്കാൻ പറ്റും, ഇവിടെയും ജീവിക്കാൻ പറ്റും, ആ രീതിയിലാണ്. എന്നാൽ ഇസ്രായേലിന്റെ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് വിദേശ രാജ്യത്തെ പൗരത്വം മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ഇനി ഭാവിയിൽ ഉചിതം എന്ന് ചില റബ്ബിമാർ തന്നെ ഇസ്രായേലിൽ അഭിപ്രായപ്പെട്ടത് വലിയ വിമർശനത്തിന് വിധേയമായതാണ്. ഇസ്രായേൽ സർക്കാർ വലിയ രീതിയിലൊക്കെ വിമർശനം ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത് സൈനികരെ പോലും സാരമായിട്ട് ബാധിക്കും. അതിനാൽ അത്തരം അഭിപ്രായങ്ങൾ പറയുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കും എന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. റബ്ബിമാരിപ്പോൾ പറയുന്ന കാര്യം ട്രംപിന്റെ നിലപാട് രാഷ്ട്രീയ പ്രേരിതവും സാമ്പത്തിക ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയാണ് വലുത്. അവരുടെ ജീവിത രീതിയും നിലവാരവുമാണ് വളരെ പ്രധാനപ്പെട്ടത്. പലസ്തീനികളെ നാടുകടത്തുക അല്ലെങ്കിൽ മുഖ്യ ശത്രുക്കളായി കാണുന്ന രീതികളൊക്കെ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും തങ്ങൾക്കുണ്ടാക്കും. വ്യാവസായിക സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ട്രംപ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വംശീയ വെറികൾ, അതല്ലെങ്കിൽ ഗസക്കാരെ രാജ്യം കടത്തിക്കൊണ്ട് അവിടെ പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്, അത് ഏറ്റവും കൂടുതൽ അടി കിട്ടുക ഇസ്രായേലിനാണ്. കാര്യം അവർ പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷം കഴിഞ്ഞാൽ ഇനി ഭരണത്തിൽ നിന്ന് മാറി. പക്ഷേ അയാളുടെ ഭരണകാലത്ത് അയാൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളും സൃഷ്ടിപ്പുകളും ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. ഗസയിൽ നിന്ന് ആളുകൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ അവിടേക്ക് തിരിച്ചു വരില്ല എന്നൊരു സംവിധാനമാണെങ്കിൽ ട്രംപിന്റെ ഭരണം മാറിയാലും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുന്ന സമയത്ത് 20 ലക്ഷത്തിലധികം ഫലസ്തീനികൾ നാട് കടത്തപ്പെട്ടാൽ അവർ ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും ജൂത വിഭാഗത്തിന്റെ ശത്രുക്കളായി തന്നെ ഉണ്ടാവും. അത് അവർ മാത്രമല്ല, അവരിലൂടെ വരുന്ന വംശാവലിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇത് ജൂതരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും ധൈര്യപൂർവ്വം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും ഉണ്ടാവും. അതായത് ശത്രുവിനെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ട്രംപ് ഇപ്പോൾ ഗസ നയത്തോടു കൂടി പുറത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് അമേരിക്ക സ്വീകരിക്കുന്നില്ല, മറ്റു രാജ്യം സ്വീകരിക്കാൻ വേണ്ടി തങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്ന് പറയുന്നതിനപ്പുറമായ രീതിയിൽ വരൂ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാം എന്ന് പറയുകയല്ലേ വേണ്ടത് എന്ന് പോലും യഥാർത്ഥത്തിൽ ജൂത വിഭാഗ സംഘടനകൾ പറയുകയാണ്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടത്തിയതും ഈ ജൂത വിഭാഗത്തിലെ റബ്ബിമാരാണ്. അവർ മതപുരോഹിതരുടെ വിഷയത്തിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നതും സൈനികപരമായ രീതിയിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു കാലത്തും സർക്കാരിനെതിരെ സംസാരിക്കാറില്ല, സൈനികർക്കെതിരെ സംസാരിക്കാറില്ല. എപ്പോഴും ജൂതവംശത്തിന് വേണ്ടിയിട്ടും വിഭാഗത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ജൂത റബ്ബിമാർ എന്ന് പറയുന്നത്. അവരിപ്പോ ഏറെക്കുറെ ഇസ്രായേലിനെതിരായി അല്ലെ ഇസ്രായേലിന്റെ നയനിലപാടിന് എതിരായിട്ട് തന്നെ അഭിപ്രായം പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിത സഭ ആ മതവിശ്വാസത്തെ ആ സർക്കാരിനെ വിമർശിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. അപ്പൊ ഞങ്ങളെല്ലാവരും ഫലസ്തീന്റെ ശത്രുക്കളൊന്നുമല്ല. അതിന്റെ ഒരു ഭാഗത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളെല്ലാവരും ഫലസ്തീന്റെ ശത്രുക്കളല്ല, ഫലസ്തീൻ രാജ്യമായിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്.
ഞങ്ങളിൽപ്പെട്ട പലർക്കും, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പലർക്കും അവർ സഹായം നൽകിയിട്ടുണ്ട്. ഞങ്ങളത് മറന്നിട്ടുമില്ല. ഞങ്ങളിൽപ്പെട്ട ചില വിഭാഗന്മാർ തീവ്രമായി ചിന്തിക്കുന്നവരും വലതുപറ്റ തീവ്ര ആശയമുള്ളവരുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏറ്റുമുട്ടുക എന്നുള്ളത് അത്ര ഉചിതപരമായിരിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന കാര്യമല്ല. ശത്രുക്കളെ ഒരുപാട് വളർത്തുന്നതിനപ്പുറം സുഹൃത്തുക്കളാക്കി മാറ്റുന്നതാണ് ഉചിതം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മതവും പറയുന്നത് അങ്ങനെ തന്നെയാണ്. വേദഗ്രന്ഥത്തിലെ ചില പരാമർശങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഐക്യപ്പെടേണ്ട കാര്യത്തെക്കുറിച്ചും അത് സമാനമായ രീതിയിൽ അബ്രഹാം കരാറിന്റെ പുനർവിചിന്തനത്തെക്കുറിച്ചും അവർ പറയുന്നു. മുൻപ് നിർത്തിപ്പോയതാണെങ്കിലും അതിന് ഇനിയും ജീവൻ വെപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഐക്യപ്പെടുകയാണ് വേണ്ടത്. നമ്മളൊക്കെ ഒരേ പിതാവിന്റെ മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ചരിത്രം അങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് പോരടിക്കുക എന്നുള്ളത് നമുക്ക് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ആശയപരമായ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ യോജിപ്പുള്ള പല മേഖലയുണ്ട്. യോജിപ്പുള്ള മേഖലയെ ദൃഢമാക്കുകയും വിയോജിപ്പുള്ള മേഖലയെ സൗഹൃദപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് ഉചിതം. അങ്ങനെ പോകുന്നു അവരുടെ നിലപാടുകളൊക്കെ. അത് ഇസ്രായേൽ സർക്കാരിനോട് ലോകത്തിലെ ജൂത വിഭാഗത്തോടും അവർ പറയുന്നു, നിങ്ങൾ എവിടെയെങ്കിലും പലസ്തീനുകൾ കണ്ടാൽ അവർ ആക്രമിക്കുന്ന രീതികൾ ചെയ്യുന്നത് ഉചിതമല്ല. അവർ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. സർക്കാരിന്റെ നിലപാടുകൾ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളെയും ചെയ്യും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുവരെ 4 വർഷത്തോളം അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ പറയാത്ത ശക്തമായിരിക്കുന്ന പ്രയോഗങ്ങളും കഠിനമായിരിക്കുന്ന വാക്കുകളുമാണ് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഗസ നിവാസികൾ 23 ലക്ഷത്തോളം വരുന്ന ഗസ നിവാസികൾ ആ ദേശം വിട്ടുപോകണം എന്ന് പറയാൻ ട്രംപിന് എന്ത് അധികാരം? അവരവിടെ ജനിച്ചവരും അവരുടെ ദേശത്ത് ജീവിച്ചവരും അവരുടെ ഭൂമിയിൽ ജീവിക്കുന്നവരുമാണ്. അവിടെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കുന്നതിന് പകരം ആട്ടി ഓടിപ്പിക്കുന്ന ഒരു സമീപനം ശരിയല്ല. ജർമ്മനിയിൽ എന്താണോ ഹിറ്റ്ലർ ചെയ്തത് ആ പ്രവൃത്തിയുടെ മറ്റൊരു ഭാഗമാണ് ഗസയിൽ ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടങ്ങുന്നു അതിന്റെ വിവര കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ കൊടുക്കുന്നതാണ് പ്രയാസം. അല്ലാതെ ആട്ടി ഓടിപ്പിക്കുക വെടിവെച്ച് കൊല്ലുന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ആയുധമുള്ളവനും ആയുധമില്ലാത്തവനും പോരാടുമ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ ആയുധമില്ലാത്തവൻ യുദ്ധത്തെ തോൽക്കുകയോ മരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഗസയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ആകാശ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസയുടെ അകത്ത് നടക്കുന്നത്. ആകാശം കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഫലസ്തീന് സാധിക്കില്ല. കാര്യം അതൊരു രാജ്യമല്ല എന്ന് തന്നെയാണ്. മറ്റേതൊരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും കുറച്ചെങ്കിലും പ്രതിരോധിക്കാനും തിരിച്ച് ആക്രമിക്കാനും സാധിക്കുമായിരുന്നു. ഫലസ്തീന് അത് സാധിക്കില്ല. അത് പറയുന്ന സമയത്ത് രാജ്യമാണ്, എന്നാൽ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു സംവിധാനം അവിടെ ഇസ്രായേൽ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നു. അതിന് അമേരിക്കയും ബ്രിട്ടനും കൂട്ടുനിൽക്കുന്നു. ഗസയിലെ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങളെ ശത്രുവായി കാണുന്ന വിഭാഗങ്ങൾ ഞങ്ങളുടെ ദേശത്തിലുണ്ടാവും. അവർ മാത്രമാണ് നിങ്ങളുടെ ശത്രുക്കൾ. ചേർന്ന് നിൽക്കുകയും സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ 23 ലക്ഷത്തോളം ഫലസ്തീനുകൾ അവർ ഞങ്ങളുടെ ശത്രുക്കളാകുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിത നിലവാരങ്ങളും അവസ്ഥകളും ഞങ്ങളിലൂടെ വരുന്ന വംശാവലിയും നിങ്ങളും തമ്മിലുള്ള ശത്രുതയും ലോകത്ത് വലിയ നാശങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നോക്കൂ, ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അത് ലോകത്ത് അങ്ങനെ വിപുലമായ രീതിയിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് വംശവും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. രാഷ്ട്രത്തിലെ സൈന്യവും മറ്റു രാജ്യത്തിലെ സൈന്യവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഫലസ്തീനും ഇസ്രായേലും നിങ്ങൾ നോക്കൂ, അത് വംശീയപരമായിരിക്കുന്ന യുദ്ധമാണ്, ജാതീയപരമായിരിക്കുന്ന യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. അതിലെ ഓരോരോ മരണങ്ങളും വലിയ ദുരന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരവൻ ജനിച്ച രാജ്യത്ത് അവന് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഊന്നി പറഞ്ഞുകൊണ്ട് റബ്ബിമാർ ഈ കാര്യം പറയുന്നത്. അപ്പൊ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഇസ്രായേലിൽ നിത്യേനയുള്ള കാഴ്ചയായി തന്നെ മാറിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇതിനു മുമ്പൊന്നും ഇല്ലാത്തതാണ്. നെതന്യാഹുവിന്റെ ഭരണം വീണ് കഴിഞ്ഞാൽ ഒരിക്കലും നെതന്യാഹു രണ്ടാമത്തേക്ക് ഭരണത്തിലേറില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് കൊണ്ട് വലതുപക്ഷ തീവ്ര ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് കൂട്ടിനിന്ന് ഗസയെ പരമാവധി പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ അവരെ പരമാവധി ആക്രമിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനത്തിന് അപ്പുറമായ രീതിയിൽ ഇതിൽ ഒന്നുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തിലെ ഒരു വിഭാഗം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്.